അയ്യപ്പ സംഗമം നടത്തിയതിൽ ഓഡിറ്റ് റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കി. വിഷ്ണു സുരേഷാണ് ചേരുന്നത്. വിഷ്ണു സുരേഷ്, എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ? കോടതി എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു വിഷ്ണു? മുദ്രവെച്ച കവറിലാണ് ഓഡിറ്റ് റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയത്. കഴിഞ്ഞ തവണ ഈ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ കോടതി തന്നെ നേരിട്ട് പറഞ്ഞിരുന്നു, ഒരു മാസത്തിനുള്ളിൽ അയ്യപ്പ സംഗമം നടത്തിയതിന് കണക്ക് ഹാജരാക്കാൻ ദേവസ്വം ബോർഡിനുള്ളത്. അതിൽ പ്രകാരമാണ് ഇപ്പോൾ ഈ കണക്ക് ഹാജരാക്കിയത്. കണക്കിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതിന് വിശദാംശങ്ങൾ പുറത്തുവരേണ്ടതുണ്ട്. ഈ കണക്കുമായി ബന്ധപ്പെട്ടുള്ള മറുപടി നൽകാൻ, അതായത് വരവ് ചെലവ് കണക്കുമായി ബന്ധപ്പെട്ടുള്ള മറുപടി നൽകാൻ ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 10 ദിവസത്തിനകം തന്നെ മറുപടി നൽകണം. കേസ് അടുത്തയാഴ്ച പരിഗണിക്കാൻ വേണ്ടി മാറ്റിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ വലിയ, പ്രത്യേകിച്ച് ദേവസ്വം വകുപ്പ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളക്കിടയിലും വലിയ ആഘോഷത്തോടുകൂടി നടത്തിയ ഒന്നാണ് ശബരിമലയിലെ ഈ അയ്യപ്പ സംഗമം. അത് വലിയ വിവാദങ്ങളൊക്കെ അന്നുണ്ടായിരുന്നെങ്കിലും കൃത്യമായി തന്നെ ഇത് നടത്തണം, അതിന്റെ കണക്കുകളൊക്കെ കൃത്യമായി നൽകണമെന്ന് കോടതി തന്നെ നേരിട്ട് നിർദ്ദേശിച്ചു. പക്ഷേ ആ കണക്കുകൾ ചില ക്രമക്കേടുകൾ അല്ലെങ്കിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിനാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിനോട് മറുപടി തേടിയിരിക്കുന്നത്. ദേവസ്വം ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചത്. അടുത്തയാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഹർജി പരിഗണിക്കും. ആ ഘട്ടത്തിലായിരിക്കും ദേവസ്വം ബോർഡ് ഈ കണക്കിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തി മറുപടി സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിക്കുക. പക്ഷേ കോടതി ഇതിൽ ഈ വിശദീകരിക്കണമെന്ന് ദേവസ്വം ബോർഡിനോട് പറയുമ്പോൾ അവർ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച വാദങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങളിൽ പ്രധാനപ്പെട്ടത് അതിന്റെ ചെലവാണ്. അപ്പോൾ അത് സ്പോൺസർഷിപ്പിലൂടെ കിട്ടും എന്നൊക്കെയാണ് അന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ആ സ്പോൺസർഷിപ്പ് തുക കിട്ടിയിട്ടില്ല, അതുവഴി നഷ്ടം വരുന്നു. ഇതൊക്കെ എങ്ങനെ വിശദീകരിക്കും ദേവസ്വം ബോർഡ് കോടതിയിൽ? ഒരൽപ്പം വിയർക്കേണ്ടി വരും ദേവസ്വം ബോർഡിന് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ ഹർജി, അതായത് ഈ ആഗോള അയ്യപ്പ സംഘം നടത്തരുത് എന്ന് ചൂണ്ടിക്കാണിച്ച് ഒരുപാട് ഹർജികൾ ഹൈക്കോടതിയിലേക്ക് വന്ന ഘട്ടത്തിൽ ഹൈക്കോടതി വളരെ കർശനമായ നിലപാടെടുത്തിരുന്നു. ഇതിൽ ഒരു പണം പോലും ദേവസ്വം ബോർഡിന്റേതായി ചെലവഴിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു ചെലവ് ഉപയോഗിക്കാൻ പാടില്ല. മറിച്ച് സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തും എന്ന് തന്നെയാണ് കോടതിയിൽ സർക്കാരും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡും പറയുകയും ചെയ്തത്. അത് ശബരിമല മാസ്റ്റർ പ്ലാന്റെ വികസനം, അതായത് ശബരിമലയുടെ സമഗ്ര വികസനത്തിന് വഴിവെക്കുന്ന ഒന്നായിരിക്കും അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് കോടതി ബോധ്യപ്പെടുത്തിയാണ് ഇത്തരത്തിലൊരു അയ്യപ്പ സംഗമത്തിന് അനുമതി അല്ലെങ്കിൽ കോടതി ആ മറ്റ് ഹർജികളൊക്കെ തള്ളിയത്. പക്ഷേ നിലവിൽ പുറത്തുവരുന്ന വിവരമനുസരിച്ച് ഗുരുതരമായ നഷ്ടം ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏകദേശം 3 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇന്ന് പ്രാഥമികമായി പുറത്തുവന്ന റിപ്പോർട്ടിൽ മനസ്സിലാവുന്നത്. അതിനിപ്പോൾ എങ്ങനെയാണ് കോടതിയെ പറഞ്ഞു ധരിപ്പിക്കാൻ ദേവസ്വം ബോർഡ് പോവുക എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായിരിക്കും. അതിന് ദേവസ്വം ബോർഡ് അധികൃതരായിരിക്കും മറുപടി നൽകേണ്ടത്. 10 ദിവസത്തിനകം മറുപടി നൽകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ദേവസ്വം ബോർഡിന്റെ മറുപടി കൂടി കേട്ട ശേഷമായിരിക്കും ഇനി ഹർജി വിശദമായി പരിഗണിക്കുക. ഉമേഷ്, ഇത് മുദ്രവെച്ച കവറിലാണ്, അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് കൃത്യമായി അറിയാൻ കഴിയുന്ന സാഹചര്യമില്ല. പക്ഷെ അപ്പോഴും ഈ വരവ് ചെലവ് കണക്കുകളിൽ വലിയ പൊരുത്തക്കേടുകളുണ്ട് എന്ന് തന്നെയാണോ വിഷ്ണു? ഉന്മേഷ്, വരവ് ചെലവ് കണക്കുകളിൽ പൊരുത്തക്കേടുണ്ട് എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വിവരങ്ങൾ. അത് നിലവിൽ അത് സീൽഡ് വെച്ച കവറിലാണ് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് ഇന്ന് രാവിലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതിലാണ് ഈ ക്രമക്കേടുകൾ, നഷ്ടം തുടങ്ങിയ കാര്യങ്ങൾ, പൊരുത്തക്കേടുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരാമർശിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഈ പൊരുത്തക്കേടുകളുടെ കൂടി പശ്ചാത്തലത്തിലായിരിക്കാം ഹൈക്കോടതി ദേവസ്വം ബോർഡിനോട് കണക്കുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം ചോദിച്ചിട്ടുള്ളത്. ആ വിശദീകരണം എന്താണ് ഈ ദേവസ്വം ബോർഡ് നൽകാൻ പോകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ചിട്ടില്ലേ, ഈ രണ്ട് കാര്യത്തിൽ ഒരു വ്യക്തത ദേവസ്വം ബോർഡ് വരുത്തേണ്ടതുണ്ട്. ഒപ്പം ഈ പണം ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട്, അതായത് സ്പോൺസർഷിപ്പിലൂടെ എത്ര പണം ലഭിച്ചു, അത് ഈ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഉപകരിക്കാനാകുന്ന രീതിയിൽ പണം ലഭിച്ചിട്ടുണ്ടോ, അയ്യപ്പ സംഗമം ഗുണം ചെയ്തോ അതല്ലെങ്കിൽ അത് പാളിപ്പോയോ തുടങ്ങിയ കാര്യങ്ങൾ സമഗ്ര മറുപടിയായിരിക്കും ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ നൽകേണ്ടി വരിക. അത്തരത്തിലൊരു മറുപടി ലഭിച്ചില്ലെങ്കിൽ ഹൈക്കോടതി വീണ്ടും അതിർത്തിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് വിശദമായ ഒരു മറുപടിയായിരിക്കും ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക. ഈ കണക്കുകളുടെ മറുപടി എന്താണ്, പൊരുത്തക്കേടുകൾ, അതല്ലെങ്കിൽ എങ്ങനെയാണ് നഷ്ടം സംഭവിച്ചത്, അക്കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുള്ള മറുപടിയായിരിക്കും ദേവസ്വം ബോർഡ് നൽകുക. ആ കണക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ഹൈക്കോടതി അടുത്ത തവണ, ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഹൈക്കോടതി അടുത്ത തവണ ഈ കേസ് പരിഗണിക്കുക. ഇതിനൊരു സമയപരിധി വെച്ചിട്ടുണ്ടോ കോടതി ഈ വിശദീകരണം നൽകാൻ വിഷ്ണു? ഉന്മേഷ, 10 ദിവസത്തിനകം തന്നെ കണക്ക് നൽകണം എന്നുള്ളതാണ് ഈ ഇതിൽ പറയുന്നത്. അതായത് 10 ദിവസത്തിനകം തന്നെ കണക്ക് രേഖപ്പെടുത്തണം. അത് 10 ദിവസത്തിന് ശേഷമാണ് ഈ കേസ് പരിഗണിക്കാൻ വെച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അതിനു മുൻപ് തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടി വരും. അതായത് ഒരു 10 ദിവസത്തെ സമയമാണ് മറുപടി സത്യവാങ്മൂലം നൽകാൻ ദേവസ്വം ബോർഡിന് ഉള്ളത്. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് അവരുടെ കയ്യിൽ കൃത്യമായ കണക്കുണ്ടാകും. ഏതൊക്കെ ചെലവുകളാണ് സംഭവിച്ചത്, എത്ര രൂപ സ്പോൺസർഷിപ്പ് വന്നു, ആ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഇത് വലിയൊരു ലാഭമാകും. ഇത് ശബരിമലയുടെ സമഗ്ര മാറ്റത്തിന് മുന്നോട്ട് വെക്കുന്ന ഒരു അയ്യപ്പ സംഗമമായിരിക്കും. മാസ്റ്റർ പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്, നടപ്പാക്കുന്നതിന് വലിയ സാമ്പത്തിക സഹായമൊക്കെ ലഭ്യമാകും എന്ന് പറഞ്ഞ്
നടത്തിയ ഒന്നാണ്. ഇത് കേവലം ഒരു രാഷ്ട്രീയ പ്രചരണത്തിനപ്പുറത്തേക്ക് ഇത്തരം ശബരിമലയിലെ സമഗ്ര വികസനം ഉയർത്തിപ്പിടിച്ച് നടത്തിയ ഒരു അയ്യപ്പ സംഗമമാണ്. പക്ഷേ അതിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായ കണക്കുകൾ. അതിനിപ്പോ എങ്ങനെയായിരിക്കും ദേവസ്വം ബോർഡും സർക്കാരും ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ കാര്യം. ഉന്മേഷം. ശരി, വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.